ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാക്രമേ ഫെദറാണ്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മാക്രമേ ത്രെഡാണ്. ഞാനിവിടെ 2 കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരു കളറേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് വെച്ച് മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു സിസേഴ്സ്, ഒരു മെഷറിംഗ് ടാപ്പ്. ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് 32 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഞാനിത് ഓൾറെഡി കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നടുമടക്കാം. ഇവിടെ നമുക്ക് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് ഇട്ടിട്ട് ഒട്ടിക്കും. നമ്മളവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 14 ഇഞ്ച് നീളത്തിൽ ഞാനൊരു 12 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം. 14 ഇഞ്ചിൻ്റെ അകത്തുനിന്ന് ഒന്നെടുക്കാം, നമുക്ക് നടുമടക്കാം, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കാം. നെക്സ്റ്റ് പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്ത് ഇത് രണ്ടും ഇങ്ങോട്ടേക്ക് ആക്കുക. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചു വലിക്കുക. ഒന്നും കൂടി കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ബാക്കി 14 എണ്ണം ചെയ്യാം. നമ്മൾ മുഴുവൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഞാൻ എടുത്തേക്കുന്നത് വേറൊരു കളറാണ്. ഇതിൻ്റെ അകത്ത് 10 പീസാണ് ഞാൻ കട്ട് ചെയ്തത്. 12 ഇഞ്ച് നീളത്തിൽ 10 പീസാണ് ഞാൻ കട്ട് ചെയ്തത്. നമുക്ക് ഇതേമാതിരി തന്നെ ഇതും നമുക്ക് ഇതിനോട് കൂടിയിട്ട് യോജിപ്പിക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ ഓഫ് ക്രീം കളർ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനൊരു 10 ഇഞ്ചിലാണ് എടുത്തേക്കുന്നത്. കട്ട് ചെയ്തത് 10 ഇഞ്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് 14 ഇഞ്ച് നീളത്തിൽ, ഇത് 12 ഇഞ്ച് നീളത്തിൽ, ഇത് 10 ഇഞ്ച് നീളത്തിൽ. ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതൊക്കെ ജോയിൻ ചെയ്ത മാതിരി തന്നെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. ഞാൻ ഫുൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് വരാൻ കുറച്ച് അടുപ്പിക്കണം. അപ്പം നമുക്കൊന്ന് ഇങ്ങനെ അടുപ്പിക്കാം. എന്നിട്ട് ഇവിടെ അങ്ങ് ഈ 2 സ്ഥലം പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ. നമ്മളെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഫുൾ ഷേപ്പാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രഷ് ചെയ്യുക. ഇനിയൊരു കോമ്പ് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇത് മുഴുവനായിട്ട് ബ്രഷ് ചെയ്തിട്ട് വരാം. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു അൺഈവൻ മാതിരി ഉണ്ട്. അത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ചിലവർക്ക് ഇങ്ങനെ മാക്രമേ ഫെദർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൂപ്പി ആയിട്ടായിരിക്കും നിൽക്കുക, ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കത്തില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഒരു സൂപ്പർ ഹാർഡാവുന്നൊരു സ്പ്രേ ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ സ്റ്റിഫ്നർ ഇല്ലേ, 1 കപ്പ് സ്റ്റിഫ്നർ ഉപയോഗിക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാക്രമേ ഫെദർ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് അയേൺ ചെയ്താൽ മതി. അപ്പോൾ അത് സ്റ്റിഫായിട്ട് നിൽക്കും. നമുക്കിതൊന്ന് ഹെയർ സ്പ്രേ അടിക്കുക. ഇനി ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വിടാം. അത് ഉണങ്ങി വരുമ്പം നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ഇത് കിട്ടും. അഥവാ നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് ഇത്ര പോരാ എന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് വയ്ക്കുക.
ഇനി ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. നോക്കൂ, എൻ്റെത് ഫുൾ ഉണങ്ങിയിട്ടുണ്ട്. എൻ്റെത് ഇങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയേൺ ചെയ്യാം. നിങ്ങൾക്ക് സാധാരണ ചീർപ്പുകൊണ്ട് ഇത് നൂലിങ്ങനെ വിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ ക്യാറ്റ് ബ്രഷ് കിട്ടും. ക്യാറ്റ്സിൻ്റെ പൂച്ചയുടെ രോമം പോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് കിട്ടും. അത് വാങ്ങിച്ചിട്ട് ചെയ്താലും മതി. അപ്പം എൻ്റെത് ഇവിടെ സ്റ്റെഫായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഷേപ്പിലുള്ളത് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ടൊരു സ്റ്റിക്കിൻ്റെ അകത്ത് ഓരോരോ കളർ കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലൊരു ഇൻറ്റീരിയർ ഡെക്കറേഷനാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ക്രാഫ്റ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്.